ഹായ് ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു കിറ്റാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പൊ നമ്മൾ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ എന്റെ ഒരു ഗ്ലിറ്റർ ട്യൂബ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഹെയർ ബാൻഡ് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഹെയർ ബാൻഡ് തന്നെ വെച്ചിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബും കൂടെ കൂട്ടി വെച്ചാൽ ഞാൻ എന്റെ സൈസ് കാണിച്ചു തരാം. എത്രത്തോളം ഈ ഒരു ഹെയർ ബാൻഡ് എത്രത്തോളം വരുന്നുണ്ടെന്ന് ഉള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് തന്നെ ഹെയർ ബാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ എന്റെ ഭാഗത്ത് എന്റെ ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ നമുക്കുള്ള ഹെയർ ബാൻഡ് നീക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് ആ ഒരു അളവാണ് വെച്ചിരിക്കുന്നത്. അത് പറയാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് എടുത്തത് തന്നെ. അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഗ്ലിറ്റർ ട്യൂബിന്റെ രണ്ട് കളറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പിന്നെ കുറച്ച് ഗ്ലിറ്റർ ട്യൂബ് ആഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതൽ ബോ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ബാക്കി ഭാഗം ബീഡ്സ് ഇടുമ്പോൾ ഇത് നമുക്ക് ബാലൻസ് ആണ് വരുന്നത്. അതുപോലത്തെ തന്നെ 2-3 ഹെയർ ബാൻഡ് ഒക്കെ ചെയ്തെടുക്കാനുള്ള ഐറ്റംസ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് ബീഡ്സ് ഇട്ട് ചെയ്യുവാണെങ്കിൽ, അപ്പൊ ഇത് തന്നെയാണെങ്കിൽ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ള ഒരു ഗ്ലിറ്റർ ട്യൂബ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ ഇതുപോലത്തെ ഒരു വയർ ബോയിലാണ് സാധാരണ നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ 2 കളറാണ് ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ബീഡ്സുകളാണ്, കുറച്ച് ബീഡ്സുകളാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് വരുന്നത്. ഇത് എല്ലാവർക്കും ഒരുപോലെ പരിചയം ഉള്ള ബീഡ്സുകൾ തന്നെയാണ്. നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബും കൂടെ വെച്ചിട്ട് നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ തുടക്കക്കാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാകാതെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇത് മുമ്പ് കട്ട് ചെയ്ത് വെച്ച പോർഷനാണ് കേട്ടോ. ഇത് മുമ്പ് നമ്മൾ ഉപയോഗിച്ചതിന്റെ ബാലൻസ് വന്നതാണ്. അതിലിച്ചിരി ഇത് കണ്ടോ ഇതുപോലൊക്കെ വന്നു. ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ബീഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗം ഞാൻ കാണിക്കുന്നുള്ളൂ. തുടക്കക്കാരായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സാധനം എന്താണെന്നും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ആർക്കും, അതായത് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നവർക്ക് ആദ്യമായിട്ട് വരും, തുടക്കക്കാരായ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഒരു ഗ്ലിറ്റർ ട്യൂബ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് കുറച്ച് ഡാമേജ് വന്ന സാധനമാണ്. അപ്പൊ നല്ല ഇതുപോലത്തെ ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇടുവോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇത്രയും കണ്ട് ഇങ്ങനെ ഇടാം. ഇതുപോലെ ഇട്ടിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ബീഡ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ ഇതിന്റെ നടുവിലായിട്ട് കുഞ്ഞ് വൈറ്റിന്റെ ബീഡ്സോ അതോ ഗോൾഡിന്റെ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇതുപോലത്തെ 3-4 നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബും കൂടെ ആഡ് ചെയ്ത് ഇത്രയും ഒരു ഭാഗം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാവുന്ന ടൈപ്പിലുള്ള ബീഡ്സ് ആണ്. ഈ ഒരു വയർ ബോ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് അതായത് ഒത്തിരി പണികളൊന്നും വരുന്നില്ല. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് താഴോട്ടും ഇത്രയും വെച്ചിട്ട് ഇത്രയും പീസ് വെച്ച് കട്ട് ചെയ്ത് കുറച്ച് ബീഡ്സ് ഇടുക. അതിനുശേഷം കുറച്ച് ഗ്ലിറ്റർ ട്യൂബ് കൂടെ ഇടുക. അതിനുശേഷം 2 വൈറ്റിന്റെ 2 ബീഡ്സ് ഓയിലും ഇട്ടിട്ട് ബാക്കി വരുന്നതും ഗ്ലിറ്റർ ട്യൂബ് തന്നെ ഇട്ട് ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ പീസ് എടുത്തിട്ട് ബീഡ്സ് ഇട്ട് വേണമെങ്കിൽ ഇത് 2-3 ബോ ചെയ്യാനുള്ള ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 2-3 ബോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം. പല വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബീഡ്സ് ആണ് പിന്നെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത്
ഇതാണ്, ഇതും ബീഡ്സ് ആണ്. വയർ ബോയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെ ബീഡ്സ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു ബീഡ്സും വളരെ നല്ലൊരു ബീഡ്സ് ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ചെറിയ വൈറ്റിന്റെ ബീഡ്സിന്റെ നടുവിനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇതുപോലത്തെ ബീഡ്സും നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നടുവിനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നല്ലൊരു ബീഡ്സ് ആണ്. നിങ്ങളുടെ ഐഡിയക്ക് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്കത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് വരുന്നത്. ഇതും വളരെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് അതേ സെയിം തന്നെ വേറൊരു കളറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സും ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് വൈറ്റിന്റെ എൻഡ് ബീഡ്സ് ആണ് വരുന്നത്. എൻഡ് ബീഡ്സ് 10 ഗ്രാം വെച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഈ ഒരു കിറ്റിൽ 10 ബോ വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതലായിട്ട് 10 ബോ ചെയ്തിട്ടും പിന്നെ നിങ്ങൾക്ക് മിച്ചം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഹെയർ ബാൻഡ് ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു എൻഡ് ടേപ്പ് വെച്ചിട്ട് പിന്നെ മേക്ക് ചെയ്തെടുക്കാനുള്ള ബാലൻസും ഈ ഒരു കിറ്റിൽ ഈ ഒരു ബീഡ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നത് ഈ ഒരു ലാഭമാണ്. ഈ ഒരു എൻഡ് ബീഡ്സ് വരുന്നത് നിങ്ങൾക്ക് ലാഭം തന്നെയാണെന്ന് പറയാം. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് ആണ് വരുന്നത്. ഇതും ഈ ഒരു വൈറ്റിന്റെ തന്നെ ഉപകാരപ്പെടുത്താം. ഈ ഒരു ബോയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് തന്നെയാണേലും നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണേലും നമുക്ക് ഹെയർ ബാൻഡ് എടുത്ത് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ബീഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചെറിയ ബീഡ്സുകളൊക്കെ കയ്യിലുള്ളത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡന്റെ ഈ ഒരു ബീഡ്സും വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു എ ലെറ്ററിന്റെ ബീഡ്സ് ആണ് വരുന്നത്. ഇത് തന്നെയായിട്ട് വെച്ചതിന്റെ കാരണം ഒത്തിരി പേര് അതായത് മിക്സ്ഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വാങ്ങിച്ച് കയ്യിൽ ബാലൻസ് എല്ലാം കാണുമായിരിക്കും. ചിലപ്പോൾ നെയിം എഴുതാൻ എയുടെ പോരായ്മ കൊണ്ട് നമ്മൾ മാറ്റി കുറച്ച് പേര് വെക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ തുടക്കക്കാരായ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ലെറ്റർ വാങ്ങിക്കാനും സാധിക്കും. ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്നതിലൂടെ അതിന്റെ മാത്രം പേ ചെയ്താൽ മതി. ഷിപ്പിംഗ് ചാർജ് ഒന്നും ആകുന്നില്ല. അപ്പൊ അങ്ങനെ വാങ്ങിക്കാം. നിങ്ങളുടെ കയ്യിൽ നേരത്തെ വാങ്ങിച്ചതിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ലെറ്ററും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ബാൻഡ് നെയിം വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കിറ്റിൽ ലെറ്റേഴ്സ് മാത്രമുള്ള ബീഡ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് കൊണ്ട് ഇതിനകത്ത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് 10 ഹെയർ ബാൻഡ് ആണ് വരുന്നത്. 10 വയർ ബോയ് ആണ് വരുന്നത്. ഇത് 10 എണ്ണമാണ് വരുന്നത്. നമുക്ക് 10 ബോ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നല്ലൊരു ഹെയർ ബാൻഡുകൾ മേക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ 10 ഹെയർ ബാൻഡ് ആണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് B7000 ഗ്ലൂ ആണ് വരുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇതുപോലെ കിറ്റിന്റെ കൂടെ തന്നെ ഒരു ഗ്ലൂവും കൂടെ ഒന്ന് ആഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവരുടെ അഭിപ്രായത്തെ മാനിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗ്ലൂ വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് അപ്പം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ കിറ്റുകളൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള കിറ്റുകളാണ് ആവശ്യം, എങ്ങനത്തെ കിറ്റുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എത്ര രൂപയുടെ കിറ്റുകളാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് വിലയ്ക്കുള്ള കിറ്റാണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും വില കുറഞ്ഞ കിറ്റുകളാണ് പറയുന്നത്. അപ്പോൾ വില കുറഞ്ഞ കിറ്റുകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വില കുറഞ്ഞ കിറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു 5 എണ്ണം കണ്ടാലും ബീഡ്സുകളൊക്കെ ഇത്രയും കാണുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു 5 ബോയ്ക്ക് ചെയ്യാനുള്ള ബീഡ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം നമുക്ക് ആ ഒരു വിലയിൽ മാത്രമേ ഒരു കിറ്റ് ആക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഒരു
300 രൂപയുടെ കിറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് എല്ലാം ചെയ്തെടുക്കാനുള്ള ഐറ്റംസ് ഉൾപ്പെടുത്താൻ സാധിക്കും. പക്ഷെ 300 രൂപ താഴെ വരുമ്പോൾ നമുക്ക് അത്രയും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വാങ്ങിക്കുന്ന നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എത്ര രൂപയ്ക്ക് വേണം കിറ്റ് വേണമെന്നൊക്കെ വേണം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ പ്രൊഡക്റ്റ് എത്രത്തോളം എങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ നല്ലൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള കിറ്റാണ് വേണ്ടതെന്നും ഏതൊക്കെ ഐറ്റംസ് ആണ് ആ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കമന്റുകളൊക്കെ ചെയ്യുവാണെങ്കിൽ അപ്പൊ അതനുസരിച്ചിട്ട് ബാക്കി കിറ്റുകളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഒത്തിരി പേര് ലൈക്ക് ചെയ്യാതെ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈക്ക് ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടും ഒക്കെയാണ് നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള എനിക്കൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിന്റെ വില എന്ന് പറയുന്നത് വെറും 299 രൂപ മാത്രമാണ്. ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ വേറെ ഇപ്പൊ ഈ ഒരു ലെറ്ററിന്റെ കാര്യം പറഞ്ഞു, ഇത് മിക്സഡ് ആയിട്ടുള്ള ലെറ്റർ അവൈലബിൾ ആണ്. ജസ്റ്റ് കാണിക്കാതെ ഇതാണ് വേണ്ടത്, ഇതാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു മിക്സഡ് ആയിട്ടുള്ള ഈ ഒരു ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റിന്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ കിറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. പക്ഷെ ഷിപ്പിംഗ് ചാർജ് ഒന്നും തരണ്ട. അപ്പോൾ ഈ ഒരു കിറ്റിന്റെ കൂടെ തന്നെ ഈ ഒരു ലെറ്റർ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാത്രം പൈസ പേ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഈ ഒരു ഏത് കിറ്റാണ് വേണ്ടത് അതിന്റെ ആ ഒരു കിറ്റ് നിങ്ങളുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പ് എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ തന്നെ എത്തിക്കും. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അല്ലെങ്കിൽ DTDC വഴിയാണ് എപ്പോഴും ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ, ചിലർക്കൊക്കെ 2 ദിവസത്തിനുള്ളിലൊക്കെ സാധനം എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കിറ്റുകളും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓർഡറുകളൊക്കെ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.